ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയത് എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമ്മളെ മുന്നിലുള്ളത് 1000 സബ്സ്ക്രൈബേഴ്സാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലോട്ടും എത്തണം. അപ്പോൾ അതിന് നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. വീഡിയോ കുറേ പേര് കാണുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അത്ര ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ മുഖിയത്തിന് ബോക്സിംഗ് ഒക്കെ കാണിച്ചു കൊടുത്ത യോഗുവിനെ നമ്മൾ കണ്ടു. പക്ഷേ യോഗൂണാണെങ്കിൽ അവിടെ കൊണ്ടൊന്നും നിർത്തണില്ല. ഇനി അവന് വേണ്ടത് വേറൊരു ജയമല്ല, അധികാരമാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ ഒരു കിടിലൻ സംഭവമൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ യോഗൂണിന് ആദ്യത്തെ ഒരു ഫോളോവറിനെ കിട്ടുകയാണ്. അപ്പോൾ ആരാണവൻ? അവനെ സ്വീകരിച്ച പണി എന്തെങ്കിലും കിട്ടുമോ? നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സമയം രാത്രിയാണ്. നമ്മുടെ യോഗൂണാണെങ്കിൽ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓ, അത് ഭയങ്കര ഡേഞ്ചർ ചെയ്യുന്നു. ഞാനും അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും തോറ്റു പോയേനെ. എന്തായാലും മറ്റുള്ളവരെക്കാളും വേഗത്തിൽ ഇപ്പോൾ മാർഷൽ ആർട്സ് എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ളതിനൊരു സംശയവുമില്ല. പക്ഷേ അതൊന്നും റിയൽ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ ലെവലിലില്ല. ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മെമ്മറൈസ് ചെയ്തു. പക്ഷേ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എനിക്കൊരിക്കലും സർ സിയോമാങ്ങിനെ പോലെ ആവാൻ പറ്റില്ല അതിൽ. ഇനിയും കൂടുതൽ ഉയരങ്ങളിലോട്ട് എത്തണമെങ്കിൽ എനിക്ക് ഇൻറ്റേർണൽ പവർ വേണം, അതുപോലെ എക്സ്പീരിയൻസും. പക്ഷേ മറ്റുള്ള ആളുകളാൽ എന്തായാലും എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. എനിക്കിപ്പോൾ കിട്ടിയ ഈ ടെക്നിക്കും നോളജൊക്കെ എനിക്ക് എന്തായാലും പൂർണ്ണമായിട്ടും പഠിച്ചെടുക്കണം. ഞാനോ? യെസ് മാസ്റ്റർ. നിൻ്റെ അടുത്തുള്ള പവറുകളിൽ എത്രണ്ണം ഇപ്പം ഞാൻ യൂസ് ചെയ്തു? ഞാൻ യൂസർ റെക്കോർഡൊന്ന് നോക്കട്ടെ. നാനോ മെഷീൻ്റെ 3% ഫങ്ഷൻ മാത്രമേ നിങ്ങളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്ത്? 3%? അതെ, 100-ൽ വെറും 3 പോർഷൻസ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇത്രയും ഉപയോഗിച്ചിട്ടും അതാകെ കുറച്ച് മാത്രമേ ഉള്ളൂ. എൻ്റെ റെക്കോർഡ് അനുസരിച്ച് ഒരാൾ പോലും നാനോ മെഷീൻ്റെ 30% ഫംഗ്ഷൻ്റെ മേലേക്ക് യൂസ് ചെയ്തിട്ടില്ല. ഓ, അങ്ങനെയാണല്ലേ. എനിക്കതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റൂലെങ്കിലും ഇനിയും യൂസ് ചെയ്യാൻ കുറേ ഉണ്ടാക്കൂ. നാനോ, നിൻ്റെ അടുത്തുള്ള പവറുകളൊക്കെ നീ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാ. ഞാൻ ഇപ്പോൾ തന്നെ ജെൻ 7 നാനോ മെഷീൻ്റെ യൂസർ മാനുവൽ നിങ്ങളുടെ ബ്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങളത് പ്രൊസീഡ് ചെയ്യുന്നുണ്ടോ? യെസ്. അഡീഷണലി ഞാൻ യൂസർ മാനുവൽ മനസ്സിലാവാൻ വേണ്ടി കുറച്ച് ടെക്നിക്കൽ ടേംസ് നിങ്ങളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അത് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടോ? നീ ആ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരുമാതിരിയുള്ള വേർഡ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത്? അതെ. ഓക്കെ, അതും പ്രൊസീഡ് ചെയ്തോ. ജെൻ 7 നാനോ മെഷീൻ്റെ യൂസർ മാനുവലും ടെക്നിക്കൽ ടേംസും നിങ്ങളുടെ ബ്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. കുറച്ചു നേരത്തിന് ശേഷം ട്രാൻസ്ഫർ കംപ്ലീറ്റ്. ബേസിക് ഫംഗ്ഷനുകളിലും കൂടുതൽ ഇൻഫർമേഷൻ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ എനിക്ക് ഛർദ്ദിക്കാൻ വരികയോ വേറെ അസ്വസ്ഥതയൊന്നുമില്ല. ചെറിയൊരു തലവേദന മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും. പെർഫെക്റ്റ്. സെർച്ച് ഫങ്ഷൻസ്. ഞാനോ കുറേ ഫൈറ്റിംഗ് ഫോംസ് കാണിച്ചു കൊടുത്തു. യോൺ അന്തം വിട്ടു എന്ന് ചോദിച്ചു. ഇതൊക്കെ എന്താ? നീ പറയുന്നത് ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണോ? എനിക്ക് വേണ്ട എക്സ്പീരിയൻസിന് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണോ നീ പറയുന്നത്? ഈ സിമുലേഷനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്പോണൻ്റ് വേണം, ഞാനോ പറഞ്ഞു. ഇത് മുഖീയത്തിനെ വെച്ച് ചെയ്യാൻ പറ്റുമോ? നമ്മൾ നേരത്തെ കണ്ട ആ പയ്യനെ വെച്ച്? ഒരു കംപ്ലീറ്റ് സിമുലേഷന് വേണ്ടിയുള്ള അത്ര അനലിറ്റിക്സ് ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ നേരത്തെ നമ്മൾ ഫൈറ്റ് ചെയ്തതിൻ്റെ ബേസിലൊരു അവതാരം ഞാൻ റീക്രിയേറ്റ് ചെയ്യാം. എന്തൊരു നാണക്കേടാ ഇത്, ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ ഒന്നും ഇല്ല എന്ന് പറയണത്. ആ, എന്തായാലും കുഴപ്പമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. യോഗോൺ അവിടുന്ന് ചാടി വേറെ സ്ഥലത്തോട്ട് പോയി. ആ, ഇതെന്തായാലും ഒരു നല്ല സ്പോട്ടാണ്. ഇവിടെ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല. യൂസറിൻ്റെ കണ്ണിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അവതാർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓ, അപ്പോൾ ഇതാണല്ലേ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അവതാർ? യോഗൺ അത്ഭുതപ്പെട്ടു. ഇത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ? സിമുലേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവതാറിൻ്റെ ആക്ഷനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. അവതാറിൻ്റെ ഇമ്പാക്റ്റ് പെർസെൻറ്റേജ് സെലക്ട് ചെയ്യൂ. ഇമ്പാക്റ്റ് പെർസെൻറ്റേജോ? അതെന്താ? അത് അവതാർ നിങ്ങളെ എത്രത്തോളം അറ്റാക്ക് ചെയ്യണമെന്നുള്ളൊരു എമൗണ്ടാണ്. നിങ്ങൾക്ക് ആക്ച്വൽ ഫൈറ്റ് പോലെ ഈ സിമുലേഷൻ റീക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 100% സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇമ്പാക്റ്റ് കുറച്ച് മതിയെങ്കിൽ ലോവർ പെർസെൻറ്റേജും ചൂസ് ചെയ്യാം. ഓ, അങ്ങനെയാണല്ലേ. എന്നാൽ 100% ഇട്ടോ. ആക്ടിവേറ്റിംഗ് സിമുലേഷൻ വിത്ത് 100% ഇമ്പാക്റ്റ്. യു ഡിസ്കസ്റ്റിംഗ് വെർമിൻ, എൻ്റെ അടുത്തോട്ട് വാടാ. ഈ സിമുലേഷനാണെങ്കിൽ അവൻ്റെ നശിച്ച ആറ്റിറ്റ്യൂഡ് ഇൻക്ലൂഡ് ചെയ്യണോ? എന്താടാ, നീ പേടിച്ചു പോയോ? കുഴപ്പമില്ല, ഇത് പെർഫെക്റ്റാ.
എക്സാം എടുത്തോണ്ട് അവൻ്റെ തല പൊളിക്കാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഈ അവതാറിനെ വെച്ച് എനിക്കിഷ്ടമുള്ളത് എന്ത് വേണേലും എനിക്ക് ചെയ്യാം. നീ അവിടുന്ന് അനങ്ങുന്നില്ലെങ്കിൽ ഞാൻ വരാടാ നിന്റെ അടുത്തോട്ട്. മുഖിയത്തിൻ്റെ അവതാർ അവിടുന്ന് പാഞ്ഞു വന്നു. ഓ, ഇത് ശരിക്കൊരു ആക്ച്വൽ ഫൈറ്റ് പോലെ തന്നെ ഉണ്ടല്ലോ. യോവൺ ജസ്റ്റ് മിസ്സിന് ഒഴിഞ്ഞു മാറി. രണ്ടുപേരും തുടരെ തുടരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങി. നീ ആ പകുതി പഠിച്ച മൗസൊക്കെ വർക്കാവുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? അവതാർ ഒറ്റയടി. യോവൺ തെറിച്ചുപോയി. ഇതെന്താ? അവൻ്റെ അറ്റാക്ക് എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഉള്ളിലുള്ള നാനോ മെഷീൻസ് പെയിൻ ഇൻഫർമേഷനൊക്കെ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഫൈറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഇമ്പാക്റ്റ് അതുപോലെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇമ്പാക്റ്റ് പെർസെൻറ്റേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണോ? ഏ, വേണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ. നീ എന്താടാ അവിടെ തന്നെ നിൽക്കുന്നത്? എൻ്റെ അടുത്തോട്ട് വാടാ. നാശം, നീ വേറൊരു അവതാർ മാത്രാടാ. യോവോൾ മുഖ്യത്തിൻ്റെ അവതാറിൻ്റെ അടുത്തോട്ട് പാഞ്ഞു ചെന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് അല്പസമയത്തിന് ശേഷമാണ്. ഹ്, ഹ്, ഞാനോ? സമയം എന്തായി? 10 മണിയായി. തേങ്ങ, 15 പ്രാവശ്യം ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് എനിക്ക് ജയിക്കാൻ പറ്റിയത്. ആദ്യത്തെ ഫൈറ്റ് ആണെങ്കിൽ വെറും 5 ഫൈറ്റിംഗ് ഫോംസും കൊണ്ട് തന്നെ തീരും ചെയ്തു. എനിക്കാണെങ്കിൽ ഒന്നിനെതിരെ പോലും പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവൻ്റെ തല പൊളിക്കാനൊന്നും എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു അവതാറിനെ പോലും തോൽപ്പിക്കാൻ കഴിയുന്നില്ല. ഇതെങ്ങാനും ശരിക്കുള്ള റിയൽ മൊജിയായിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ എൻ്റെ തല പൊളിഞ്ഞ് കിടന്നേനെ. എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങളുടെ കഴിവും കൂടിക്കൂടി വരുന്നുണ്ട്. ഓരോ ബാറ്റിൽസ് കഴിയുന്തോറും നിങ്ങളുടെ മൂവ്മെൻറ്റ്സൊക്കെ സ്മൂത്തർ ആയിക്കൊണ്ടിരിക്കുക. ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കിൻ്റെ ശരിയായ മൂവ്മെൻറ്റ്സൊക്കെ നിങ്ങളിപ്പോൾ ശരിയായ സമയത്ത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടെന്താ കാര്യം? ആ അവതാറാണെങ്കിൽ ആകെ 3 ഫൈറ്റിംഗ് ഫോംസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് ബേസിക് ടെക്നിക്കും. എന്നിട്ട് വരെ ഞാൻ ആകെ ഒരു വട്ടം മാത്രമേ അതിനെ തോൽപ്പിച്ചിട്ടുള്ളൂ. എന്തായാലും നീ കാത്തിരിക്കടാ. ഒരാഴ്ച കൊണ്ട് ഞാൻ എല്ലാം ശരിയാക്കാം. അത് കഴിഞ്ഞിട്ട് മുഖ്യത്തിൻ്റെ അവതാറിന് ഒരു വിഷയമില്ലാതെ ഞാൻ തോൽപ്പിച്ചിരിക്കും. രാത്രി സ്റ്റുഡൻറ് ഡോർമെട്രിയിൽ. ഇതിലിപ്പോൾ എൻ്റെ സ്ഥലം എവിടെയാ? ആ യങ് മാസ്റ്റേഴ്സിൽ ആകെ ഒരുത്തനെ മാത്രമേ ഞാൻ ഇപ്പോൾ തോൽപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ തന്നെ എന്നെ ഞാൻ അവരിക്കും മേലുള്ള ഒരാളായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. യങ് ലോഡ്, നിങ്ങളുടെ ബെഡ് ഇവിടെയാണ്. അവനെന്താ ചെയ്യണേ? അവനെന്താ അങ്ങനെയൊക്കെ കാട്ടണേ? നമ്മൾ ലാസ്റ്റ് കണ്ടതിനേക്കാളിലും തികച്ചും വേറെ രീതിക്കാണല്ലോ നീ ഇപ്പോൾ പെരുമാറുന്നത്. നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ? മുഖിയം ഓൾറെഡി എന്നെ കൈയൊഴിഞ്ഞു. ഇനി എനിക്ക് പോകാൻ വേറൊരു സ്ഥലമില്ല. എൻ്റെ ജീവിതം എന്തായാലും തീർന്നു. അപ്പോൾ പിന്നെ ഈ ചൂതാട്ടം എനിക്ക് കളിക്കുക തന്നെ വേണം. പ്ലീസ് എന്നെ ഏറ്റെടുക്കൂ. സ്റ്റുഡൻറ് നമ്പർ 23 യോബോങ്. ഞാൻ നിങ്ങൾക്ക് സേവ് ചെയ്യുന്നു യങ് ലോഡ്. ഏ, അവൻ എന്താ ഇപ്പോൾ പറഞ്ഞേ? അവനിപ്പോൾ ലോയാലിറ്റി പ്ലെഡ്ജ് ചെയ്യണോ ചെയ്ത്? അതും ഒരു പവറും ഇല്ലാത്ത ആ സ്റ്റുഡൻറ് നമ്പർ 7ൻ്റെ അടുത്ത്. നീ ഇപ്പോൾ എന്നെ ലീഡറായിട്ട് അംഗീകരിക്കുകയാണോ ചെയ്ത്? ഞാൻ മുമ്പ് ചെയ്ത ദുഷ്ടത്തരത്തിനൊക്കെ ഞാനിപ്പോൾ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. എൻ്റെ ശരീരം ആത്മാവും ഒക്കെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. ചെറുപ്പം മുതലേ ഞാൻ ആരെയും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവനാണെങ്കിൽ എൻ്റെ ഫോളോവർ ആവണമെന്നും പറയുന്നുണ്ട്. പ്ലീസ് യെസ് എന്ന് പറയൂ. ഗ്വാഡ്ജാങ് മാത്രമേ എന്നെ സർവ് ചെയ്തിട്ടുള്ളൂ. അതും ഹിസ് കോർഡിനസ് അപ്പോയിൻ്റ് ചെയ്തുകൊണ്ട് മാത്രം. എന്നിട്ടും ഇവനിതിന് തയ്യാറാണെന്നാണോ? യോവൂണെന്ന് ആലോചിച്ചതിന് ശേഷം തലയാട്ടി. താങ്ക് യു. എൻ്റെ വിശ്വസ്തത പൂർണ്ണമായി നിങ്ങൾക്ക് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. എടാ, നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ നിന്റെ ലോയാലിറ്റി മറ്റൊരുത്തിന് നീ പ്ലഡ്ജ് ചെയ്യും. അത് മുഗിയും ജാഹ്യൂണും അല്ലേ? ഞാൻ ഭയപ്പെട്ടതായി അവനെ ഒരിക്കലും കാണിക്കരുത്. വേറൊരാളുടെ ഫോളോവറോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? നട്ടലില്ലാത്തവൻ നീയാടാ. നീയൊക്കെ എന്താടാ വിചാരിച്ച്? നീയൊക്കെ വർത്തായിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചോ? എന്താടാ നീ പറഞ്ഞേ? നീ എന്തിനാ വിൽക്കുന്നത്? നീ എന്താ പേടിച്ചു പോയോ? എടാ തരം താഴ്ന്നവനെ, നിന്നെ ഞാൻ. ജാഹ്യൂൺ ഓടി വന്നു. യോവൂൺ ജസ്റ്റ് ഒരു തട്ട് വെച്ചു കൊടുത്തു. അവനങ്ങോട്ട് തെറിച്ചുപോയി. ആ അവതാരണ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. എനിക്കറിയാം ഞാൻ എന്തായാലും ഒരു റൈറ്റ് ചോയ്സ് തന്നെയാണ് എടുത്തതെന്ന്. എന്താ, ഒരു റൗണ്ട് കൂടി നോക്കുന്നോ? നീ നിനക്ക് വേണ്ട അത്ര എൻജോയ് ചെയ്തോ. നിനക്കൊരു കുട്ടിപ്പട്ടാളത്തിനെ കിട്ടിയെന്ന് വിചാരിച്ച് ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. മുഖിയ ഇപ്പോൾ ഒരു ഫൈറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ലേ ചെയ്ത്? ഇത്രയും ദുഷ്ടനായ മുഖിയും ഇങ്ങനെ പിന്നോട്ട് പോകുന്ന എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓ, കമോൺ. സ്റ്റെൽത്ത് സെറ്റും
തീരെ കുറഞ്ഞ ആൾക്കാരൊന്നും അല്ല. പക്ഷേ എങ്കിലും നമുക്കറിയില്ല. ചിലപ്പോൾ ഡിമോണിക് കൾട്ടിൻ്റെ പുതിയ ജനറേഷനെ ലീഡ് ചെയ്യാൻ പോകുന്ന ചിയോണായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കണ്ടില്ലേ ഗൈസ്, ഈ ഒരു എൻ്റെ ആളാണെന്ന് പറഞ്ഞ ഒറ്റ അടിയായിരുന്നു. ഈ യോബോവിൻ്റെ മുഖത്തുള്ള സന്തോഷം കണ്ടില്ലേ. ഓൻ വിചാരിച്ചിട്ടുണ്ടാവും എന്നാലും ഞാൻ പിടിച്ച ആളെന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇവിടുന്നാണ് യോബോൻ്റെ യഥാർത്ഥ സാമ്രാജ്യം തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ഒരാൾ, ഇനി അത് ആയിരങ്ങളായി മാറും. ആരും തിരിഞ്ഞു നോക്കാത്തൊരു രാജകുമാരിന്ന് എല്ലാവരും പേടിക്കണ ഒരു ഡിമോണിക് ലോഡിലോട്ടുള്ള അവൻ്റെ വളർച്ച. അടുത്ത എപ്പിസോഡിൽ ഇനി ഈ ട്രെയിനിങ് ഒക്കെ വെച്ച് ആരെയാണ് പഞ്ഞിക്കിടാൻ പോകുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അടുത്ത മാസം എപ്പിസോഡുമായി പെട്ടെന്ന് വരാം. ബൈ ബൈ.